താമരശ്ശേരിയൊക്കെ ഒരു പുതിയ സമ്പ്രദായം നിലവിൽ ഇപ്പോഴുണ്ട്. എന്താണത്? ജ്വല്ലറികളുടെ നാടാണ് കൊടുവള്ളി താമരശ്ശേരിയൊക്കെ. 1 ലക്ഷം രൂപയുടെ കൊണ്ടേ കൊടുക്കുക, എന്നിട്ട് മാസത്തിൽ 2000 3000 വാങ്ങിക്കൊണ്ടുപോവുക. ഇങ്ങനത്തെ ഒരു സമ്പ്രദായം ഇവിടെയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് പച്ചപ്പലിശ, അത് ഹറാമാണ്. അത് ഉള്ള മുതലിനെയും നശിപ്പിക്കും. അത് നമുക്ക് നരകം പറഞ്ഞിട്ട് കാക്കട്ടെ. അത് ഒരിക്കലും കച്ചവടമല്ല. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? ഇന്നൊരു ഫിക്സഡ് വരുമാനം വാങ്ങിപ്പോരുക. ഇവിടെയൊക്കെ ഉണ്ട്. പെൺകുട്ടികൾ പണ്ടൊക്കെ കൊണ്ട് വിറ്റിട്ട് എന്ത് ചെയ്യാൻ ജ്വല്ലറിയിൽ അടക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ പേരിൽ ലാഭമാക്കുക. ഇത് ഈ സമ്പ്രദായങ്ങളിൽ ഈ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നു. അത് നിലനിൽ വന്നാൽ ഉള്ള മുതലൊക്കെ നഷ്ടപ്പെട്ടു. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. കേരളത്തിൽ ഏറ്റവും വലിയ കാർഷിക വിപണി ഉണ്ടായിരുന്ന ചില മേഖലകൾ എല്ലാം തകർന്ന തരിപ്പണമായി. എന്തുകൊണ്ട്? അവരുടെ ആധാരവും പടിയാധാരവും അവർ ബാങ്കിൽ കൊണ്ടുപോയി വെച്ചു. പലിശ മനുഷ്യനെ എല്ലാം നശിപ്പിക്കും. അല്ലാഹു തആല കാക്കട്ടെ. യമഹഖുല്ലാഹുർ റിബ യമഹഖുല്ലാഹുർ റിബ യമഹഖുല്ലാഹുർ റിബ. പലിശ തൊട്ടത് മുഴുവൻ അല്ലാഹു നശിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതൊക്കെ പഴയ രീതിയാ, നമ്മളൊന്നും വിട്ടുപോണ്ട. അതാണ് ഹക്ക്. അതൊക്കെ ആ രീതി. രാത്രി 12 മണി വരുമ്പോഴത്തേന് ആളുകൾക്ക് ഉറക്കം വരാൻ തുടങ്ങും. അപ്പോൾ പിന്നെ എന്നിട്ട് സുബഹി വരെ വയറു പറയും. ഇന്ന് സുബഹി നിസ്കരിച്ചിട്ട് അങ്ങനെയാണ് ഈ ദീനൊക്കെ നിലനിർത്തിയത്. ആര്? സുഖപുരം അബൂബക്കർ മുസ്ലിയാർ, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, പറവണ്ണ മറ്റേൻകുട്ടി മുസ്ലിയാർ, പതിയ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, അമ്മയൂർ മുഹമ്മദ് മുസ്ലിയാർ, അതിർശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ. അല്ലാഹു അവരെയും നമ്മയും ജന്നാത്തിൽ ചേർക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത് യംഹഖുല്ലാഹുർ റിബ യംഹഖുല്ലാഹുർ റിബ യംഹഖുല്ലാഹുർ റിബ. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അത്ഭുതം അമേരിക്ക തകർന്നു എന്നതാണ്. എന്നാൽ അമേരിക്ക തകരുന്നു. എന്തുകൊണ്ട്? എന്നാൽ ഭൗതികമായ ഒരു സാഹചര്യവും അമേരിക്ക തകരാനില്ല. കാരണം ലോകത്തെ വരുമാനങ്ങളുടെ 60% എത്തുന്നത് അമേരിക്ക ഉറങ്ങുന്നില്ല. ഭൗതികമായ വ്യാഖ്യാനത്തിൽ അമേരിക്ക തകരൂല. കാരണം ലോകത്തെ മൊത്തം വരുമാനങ്ങളുടെ 60% എത്തുന്നത് അമേരിക്കയുടെ പട്ടാളത്തിന്റെ 40% തീറ്റിപ്പോറ്റുന്നത് മറ്റു രാജ്യങ്ങളാണ്. യുദ്ധം ചെയ്യും, ശമ്പളവും തീറ്റിപ്പോറ്റലും മറ്റുള്ളവർ ചെയ്യാം. വരുമാനം കൂടുതൽ, ചെലവ് കുറവ്. യൂറോവിനെയും പെട്രോളിനെയും ക്രൂഡ് ഓയിലിനെയും ഒക്കെ വില കണക്കാക്കിയവരായിരുന്നു. ദീനാറിന്റെ വില കണക്കാക്കിയവരായിരുന്നു. ഈ തെങ്ങിനെ ഇടുന്ന വളത്തിന്റെ വില പോലും കണക്കാക്കിയവരായിരുന്നു. ഈ വളത്തിൽ FACT വളത്തിൽ ഇക്കൊല്ലം എന്തെങ്കിലും വില കൊടുക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് അവരായിരുന്നു. ഈ കുഞ്ഞന്മാർ പഠിപ്പിക്കുന്ന വിദ്യകൾ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അവരായിരുന്നു. എല്ലാ സോഫ്റ്റ്വെയറിന്റെയും അധിപന്മാരവരായിരുന്നു. പിന്നെങ്ങനെ തകർന്നു? എന്നെ തകർന്നത്? യമഹഖുല്ലാഹുർ റിബ യമഹഖുല്ലാഹുർ റിബ യമഹഖുല്ലാഹുർ റിബ. ലോകരാജ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പലിശക്ക് പൈസ കടം കൊടുത്ത രാജ്യമാണ് യമഹഖുല്ലാഹുർ റിബ. പലിശ തൊട്ടത് മുഴുവൻ മനസ്സിലായില്ലേ? ഖുർആൻ ജയിച്ചു, അമേരിക്ക തോറ്റു. പിന്നെ തോറ്റും നമുക്ക് മനസ്സിലാകാത്തത് നമുക്ക് പേടിയാ, നമുക്ക് കാര്യമില്ലാത്തതിനെ പറ്റില്ല. മുമ്പ് ഒരുത്തനുണ്ടായിരുന്നത്ര ഈ ചുങ്കം പിരിക്കുന്നിടത്ത് മീശം പിരിച്ച് ഇങ്ങനെ വന്നിരിക്കും. എന്നിട്ട് ആരെങ്കിലും ചുങ്കം കൊടുത്തിട്ടില്ലെങ്കിൽ പറയും, ഇതാ ചുങ്കം കൊടുക്കാതെ ആരെങ്കിലും പോകുന്നുണ്ടാ പറയും, ഇതാ ഞാൻ ഇവിടെ നിന്ന് എണീക്കും, ചുങ്കം കൊടുത്തു. പിന്നെ മീശ കണ്ട് പൊഴിച്ചിട്ട് എല്ലാവരും ചുങ്കം കൊടുത്തു പോകും. അങ്ങനെ ഒരിക്കലും ഇവനെ പോലെ വേറൊരു പ്രാന്തനാണ് ചുങ്കം കൊടുക്കുന്നിടത്ത് യാത്രക്കാരനായി വന്നത്. അയാൾ ചുങ്കം കൊടുക്കാൻ പഠിച്ചപ്പോൾ ഇപ്പോഴും ഇയാൾ പറഞ്ഞു, ഞാനിവിടെ അങ്ങോട്ട് എണീക്കും, ചുങ്കം വലിയ കൊടുത്തു. അപ്പോൾ ഇയാൾ വന്ന ചൂടൻ പറഞ്ഞപ്പോ, എന്നാ നീ അവിടെ നിന്ന് എണീക്ക്, എന്നിട്ട് ഞാൻ ചുങ്കം കൊടുക്കണുള്ളൂ. അപ്പൊ നോക്കുമ്പോ ഇയാൾക്ക് ഇയാളെ രാവിലെ കാലില്ല, മണലിൽ കൊണ്ടത് അങ്ങനെ ഇല്ല. എന്തേ ഉള്ളൂ? മീശ മാത്രം.
എണീക്കാൻ പറ്റില്ല. ഈ ഇത് കണ്ടിട്ട് പേടിച്ച് നടക്കാൻ പറ്റും. എന്നതുപോലെ കാലില്ലാത്ത അവന് നമ്മൾ പേടിക്കുന്നത് നമ്മളെ ഉള്ളിൽ അല്ലാഹു തആല ഭയം വിട്ടു എന്നുകൊണ്ടാണ്. നമ്മളെ കാക്കട്ടെ. ഇവിടെ അടിസ്ഥാനം എന്തേ സംഭവിച്ചത്? യമഹഖുല്ലാഹുൽ റിബാ, യമഹഖുല്ലാഹുൽ റിബാ, യമഹഖുല്ലാഹുൽ റിബാ.